ഓൾറെഡി കോളേജിൽ 10 പേരെ അലൗഡ് ഉള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ പോയി തമിഴ്നാട് ബോർഡർ എത്തിയപ്പോഴേക്കും അഭിലാഷിനെ മറ്റേ വണ്ടിയിലോട്ട് കയറ്റിയിട്ട് അങ്ങനെയാണ് ബോർഡർ താണ്ടി പോണത്. അപ്പം ഞങ്ങൾ ചെന്ന് കൊടൈക്കനാൽ എത്തി, കൊടൈക്കനാൽ കണ്ട് ലാസ്റ്റ് ഞങ്ങൾ തിരിച്ച് മൂന്നാർ പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന സമയത്താണ് സുധി പറയണത് ഇങ്ങനെ ഗുണ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഗുണേനെ പറ്റി പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് നമ്മൾ ഇതിനെപ്പറ്റി നമുക്ക് ആധികാരികമായി അറിയില്ല. നമുക്ക് എവിടെയാണ് കൊടൈക്കനാൽ തന്നെ ആണെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. അവസാനം സുധി പറഞ്ഞു നമുക്ക് ഗുണാക്ക് വേണ്ടി, സുധി മുമ്പേ പോയിട്ടുണ്ട്, അങ്ങനെ സുധി പറഞ്ഞു ഓക്കെ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണേണ്. ചെന്ന് അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇച്ചിരി കുറച്ച് നടക്കാനുണ്ട്. നടന്ന് ഞങ്ങൾ എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്ത് നടന്ന് അങ്ങനെ ഞങ്ങൾ ചെന്ന് അവിടെ അപ്പോൾ സെക്യൂർ ചെയ്തിട്ടുണ്ട്. അവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പൊളിഞ്ഞ് ആകെ സീനായിട്ടിരിക്കണേണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ അപ്പോൾ മഴ തോർന്ന് നിൽക്കുന്ന സമയവും ഞങ്ങളപ്പോൾ വേണോ വേണ്ടേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കുറച്ച് നമ്മുടെ റിയൽ ക്യാരക്ടർ അഭിനയിച്ച അഭിരാമാണ്. ഇത് ആക്ച്വലി ഒരു സർപ്രൈസ് എൻട്രി ആണ്. ഇന്റർവ്യൂ ഇന്ററപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ റിയൽ മഞ്ഞുമൽ ബോയും കൂടെ വന്നിട്ടുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ബാക്കി എല്ലാവർക്കും അവരുടെ കൗണ്ടർ പാർട്സിനെ കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം പിന്നെ പ്രവാസി ആയതുകൊണ്ട് വീഡിയോ കോൾ വഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ വന്നിട്ടുണ്ട്, കുറച്ച് ദിവസത്തെ ലീവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണാൻ സന്തോഷം. സിനിമ ഉണ്ടായിരുന്നോ? കണ്ടു, ഫസ്റ്റ് ഡേ ഉണ്ട്. നിങ്ങൾ അവിടെ എങ്ങനെ അടിപൊളി. എത്ര ദിവസം വരുന്നത്? ഞാൻ 18-ാം തീയതി പോകും, 14 ദിവസത്തേക്ക്. നിങ്ങളെ അഭിനയിച്ച് കൊളാക്കിയിട്ടൊന്നുമില്ലല്ലോ. ബാക്കി എല്ലാവരുടെയും അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് അവരെ കണ്ടോണ്ട് ഒരു പരിധി വരെയൊക്കെ ആൾക്കാർക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ എങ്ങനെയാണ്. അപ്പൊ നിങ്ങളെ പരിപാടി നടക്കട്ടെ. ഉള്ളോട്ട് ഇറങ്ങണോ വേണ്ടേ എന്ന് നമുക്കറിയില്ല. നമ്മ ഇറങ്ങണമെന്നുണ്ട്, വേണ്ടെന്നുണ്ട്. അവസാനം അങ്ങനെ നിൽക്കുമ്പോൾ 2-3 തമിഴ് പിള്ളേര് താഴത്തുനിന്ന് മേളിലോട്ട് കയറി വന്നത്. ഈവൻ മലയാളികൾ നമുക്കും തോന്നി ഓക്കെ നമുക്കും അകത്തോട്ട് പോകാം. അങ്ങനെ പോയി ഞങ്ങൾ ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 3-4 പേര് ഓൾറെഡി ഈ പറയുന്ന കുഴി താണ്ടി ക്രോസ് ചെയ്ത് പോയി. അങ്ങനെ ക്രോസ് ചെയ്ത് പോയി. പിന്നെ കുറച്ച് ഞാനുണ്ട്, അഭിയുണ്ട്, കുറച്ച് 2-3 പേര് കൂടി ഉണ്ട്. സുഭാഷ് ഇതുപോലെ തന്നെ ചാടിയതും അവൻ്റെ കാല് സ്ലിപ്പായി. ഒരു നിമിഷത്തെ ഇത് നേരെ താഴത്തോട്ട് പോയി. ഞങ്ങൾ ആകെ വണ്ടറടിച്ച് എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ച് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന സമയം എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാവരും കൂടി കിടന്ന് നിലവിളിച്ച് വിളിക്കാൻ തുടങ്ങിയവനാ സുഭാഷ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10-15-20 മിനിറ്റിന് ശേഷമാണ് സുഭാഷ് റെസ്പോണ്ട് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഇങ്ങനെ ഞെരങ്ങൽ പോലെ അമ്മയെന്നൊക്കെ വിളിച്ച് അങ്ങനെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ ഒരു 3-4 പേര് സിക്സനും അവരെല്ലാവരും കൂടി നേരെ മേളിലോട്ട് കയറിച്ചിട്ടുണ്ട്. മേളിലോട്ട് കയറി ചെന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അപ്പോൾ പ്രസാദ് ഞങ്ങൾ ഡ്രൈവർ ഉറങ്ങണ സമയമായിരുന്നു. കാരണം അവൻ ഡ്രൈവ് ചെയ്താകെ ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ ചെല്ലണത്. അപ്പോൾ ഇവൻ ഇങ്ങനെ സുഭാഷ് ഇങ്ങനെ കുഴി പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ആദ്യം കളിപ്പിക്കണമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഞങ്ങളുടെ ഫേസും അവരുടെ ഫേസൊക്കെ കണ്ടപ്പോഴേക്കും പുള്ളിക്ക് ആകെ ഇതായി. പുള്ളി നേരെ വണ്ടി എടുത്ത് ഞങ്ങൾ ഇങ്ങനെ അവർ 3-4 പേരും കൂടി സ്റ്റേഷനിലോട്ട് ചെന്ന് സ്റ്റേഷനിൽ ചെല്ലലും പോലീസുകാരൻ അന്നത്തെ ലാംഗ്വേജ് പ്രശ്നമുണ്ട്. കാരണം അന്ന് 20 തമിഴൊന്നും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല. എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? എനിക്ക് 20 വയസ്സ്, കുട്ടനും അവരൊക്കെ 21-22 വയസ്സ് അങ്ങനെ. ആ സമയത്ത് പോലീസ് അവർ പറയുന്നുണ്ട്, പക്ഷെ പോലീസുകാർക്ക് മനസ്സിലാവില്ല എന്താണ്. അവസാനം ഏതൊരു കോൺസ്റ്റബിൾ ആരോണ്ട് വന്നു, അയാൾക്ക് ചെറുതായിട്ട് മലയാളം അറിയാം. പുള്ളി മനസ്സിലായി. പുള്ളി നേരെ SI അടുത്ത് പറഞ്ഞു. SI ഓടി വന്ന് പറഞ്ഞു നിങ്ങൾ അവളെ തള്ളിയിട്ട് കൊന്നിട്ട് വന്ന് പരാതി പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അല്ല സാറേ പിന്നെ കുറേ ഉപദ്രവിച്ചെന്ന് വെച്ചാൽ ഫിലിമിൽ ശരിക്കും അങ്ങനെ കാണിക്കണില്ല, എന്നാലും കുറേ ഉപദ്രവിച്ചു, കുറേ ചീത്ത വാക്കുകൾ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് അവർ കുറച്ച് അവിടെ പിടിച്ചിരുത്തി. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് അവർ പറഞ്ഞു എന്നാൽ ഒരാൾ ഞങ്ങൾ വിടാം നിങ്ങളുടെ ഒപ്പം. അങ്ങനെ ഒരു കോൺസ്റ്റബിൾ ഞങ്ങളുടെ ഒപ്പം അവരുടെ ഒപ്പം വണ്ടി കയറി വന്ന സമയത്ത് അയാൾ ഞങ്ങൾക്ക് മദ്യം വേണം, പിന്നെ സിഗരറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ്. ആ സമയത്ത് നമ്മൾ ആ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. അവർ ലാസ്റ്റ് സിഗരറ്റും മദ്യവും പിന്നെ ഒരു കയറും ഒക്കെ മേടിച്ചാണ് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ അവരുടെ ഒപ്പം വന്ന് അവൻ്റെ സൗണ്ട് കേട്ടപ്പോഴാണ് അയാൾക്ക് അത്
വിശ്വാസം ഇത് ഇങ്ങനെ കാര്യം. ലാസ്റ്റ് അയാൾ പോയി പിന്നെയാണ് അയാൾ പോയി ഇൻഫോം ചെയ്യണത് എല്ലാവരും വന്നത്. ആ സമയത്ത് സുഭാഷ് വീണ്ടും സുഭാഷിൻ്റെ സൗണ്ട് പോയി. പിന്നെ മഴ തുടങ്ങി ഈ വെള്ളം എല്ലാം കുത്തി ഒലിച്ച് ആ കുഴിയിലോട്ടാണ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഏതോ കല്ലോ എന്തോ സുഭാഷിൻ്റെ തലയിൽ വീണിട്ട് വീണ്ടും അവന് ബോധം വന്നു. അങ്ങനെ വീണ്ടും ബോധം വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവന് സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ഇയാൾ പോയി ഇൻഫോം ചെയ്ത്, ആ പോലീസുകാരൻ പോയി ഇൻഫോം ചെയ്ത്. അതിനിടക്ക് ഈ സുഭാഷ് വീണ സമയത്ത് ഈ അഭിലാഷ് എൻ്റെ കൂടെ ഉണ്ട്. ചന്തു ചെയ്ത ക്യാരക്ടറാണ് അഭിലാഷ് പിന്നെ ഒന്നും മിണ്ടണില്ല, ആകെ ഇങ്ങനെ ഷോക്കടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇവൻ്റെ ഇത് കേട്ട് അപ്പോൾ ഇവനും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ സിജു ഇവനെ നേരെ പിടിച്ചുകൊണ്ട് പോയി നേരെ മേളിൽ കൊണ്ട് ഇരുത്തി. അപ്പോഴും അവൻ സുഭാഷ് പോയി എന്നാണ് അവൻ സംസാരിച്ചുകൊണ്ട് അത് മാത്രം പറയുന്നുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് അവനവിടെ പിടിച്ചിരുത്തി ലാസ്റ്റ് സിക്സം വന്നു. ലാസ്റ്റ് എല്ലാവരും വന്നു ഞങ്ങളിങ്ങനെ അപ്പോൾ ഇവൻ സംസാരമുണ്ട്. അപ്പോൾ ലാസ്റ്റ് അവർ ഒരു ഫയർഫോഴ്സുകാരൻ ഒരുത്തം വന്നു പറഞ്ഞു അവൻ ഇറങ്ങാന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് കുറേ നേരം 1 മണിക്കൂറായി ഇവർ തമ്മിൽ സംസാരം. നമുക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല. ലാസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലായി അവർക്ക് പുള്ളിക്ക് ഇറങ്ങാൻ പേടിയാണ്. അങ്ങനെ കുട്ടൻ ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും തയ്യാറായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ. പിന്നെ അത് സുഭാഷിൻ്റെ എന്ന് വെച്ചാൽ അവൻ അച്ഛനില്ല, അവൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഇവനും അവൻ്റെ അമ്മയും കൂടിയാണ് ഈ ജോലിക്ക് പോയി അവിടെ കുടുംബം തന്നെ വേണം. അപ്പോൾ എന്തായാലും ഇവൻ ഇല്ലാണ്ട് ഞങ്ങൾക്ക് പോരാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിൽക്കുകയാണ്. ആരെങ്കിലും ഒരാൾ ഇറങ്ങും എന്ന രീതിയിൽ നിൽക്കുകയാണ്. സുഭാഷ് എത്ര നേരം ഉള്ളിലുണ്ടായിരുന്നു കാണും? സുഭാഷ് ഓൾമോസ്റ്റ് ഒരു ഈവനിങ് 2-2:30 ആ സമയത്താണ് പോണത്. തിരിച്ചെടുക്കുമ്പോൾ 1 മണിക്കൂർ 3, 4, 5, 5:30, 6 മണിയായി ശരിക്കും എല്ലാ പരിപാടി പ്രോസസ്സിങ് എല്ലാം ഈ ഇത് കഴിഞ്ഞപ്പോഴേക്കും. ലാസ്റ്റ് സുഭാഷ് ഇങ്ങനെ കുറച്ച് സംസാരിച്ചപ്പോൾ ഇവർ ഇറങ്ങണില്ല. അപ്പോൾ തന്നെ കുട്ടന് മനസ്സിലായി. കുട്ടൻ ലാസ്റ്റ് പറഞ്ഞു ഞാൻ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. കുട്ടന് എവിടെ നിന്നോ ഒരു എനർജി വന്ന് കുട്ടൻ പറഞ്ഞു ഞാൻ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. അവർ പറഞ്ഞ് ഇല്ല ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇപ്പം നീ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നാൽ അവർക്കും ഒരു പേടിയുണ്ട്. ഒരാൾ കൂടി പോയി കഴിഞ്ഞാൽ ഇവരുടെ മുമ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർ ഇത് പറയണമല്ലോ. ലാസ്റ്റ് നാട്ടുകാർ അവിടുത്തെ കൊടൈക്കനാലിലെ നാട്ടുകാർ ഇത് അവിടുത്തെ ലോക്കൽ പീപ്പിൾ നല്ല അടിപൊളി ആണ്. ലാസ്റ്റ് അവരുടെ അടുത്ത് ചൂടായി നിങ്ങളിറങ്ങണില്ല ഇവരെങ്കിലും ഇറക്ക്. അങ്ങനെ അവർ പറഞ്ഞു. അവർ ലാസ്റ്റ് എല്ലാവരും സമ്മതിച്ചു. ലാസ്റ്റ് കുട്ടനെ ഇറക്കി. കുട്ടൻ്റെ ഒപ്പം വേറൊരു റോപ്പും കൊടുത്ത് വിട്ടു. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 900 അടി എന്നാണ് 900 ഫീറ്റ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഓൾമോസ്റ്റ് 90 ഫീറ്റിലാണ് അവൻ പോയി ഹാങ് ചെയ്ത് നിന്നേച്ചത്. ഈ ബെൽറ്റല്ല ശരിക്കും ജീൻസിൻ്റെ ഈ കോർണറിലാണ് ഇങ്ങനെ ഒരു കൂർത്ത ഒരു കല്ലിലാണ് ഹാങ് ചെയ്ത് നിന്നേച്ചത്. ലാസ്റ്റ് ഈ കുട്ടൻ ഇങ്ങനെ ഇറക്കി ഞങ്ങൾ റോപ്പ് ഇറക്കിയിട്ട് അവസാനം റോപ്പ് തീർന്നു. അവരുടെ റോപ്പ് തീർന്നു. പക്ഷെ ആ സമയത്തൊന്നും സാങ്കേതിക വിദ്യകളൊക്കെ ഇതല്ല, ടെക്നിക്കൽ പരമായ ഒന്നുമില്ലല്ലോ. റോപ്പും പിന്നെ ഒരു ഇതുണ്ട്. റോപ്പ് തീർന്നു, വേറെ റോപ്പില്ല. പിന്നെ അവസാനം ഞങ്ങൾ മേടിച്ച റോപ്പും കൂടി കൂട്ടി ടൈ ചെയ്ത് നല്ല കെട്ടി അങ്ങനെയാണ് പിന്നെ രണ്ടാമത് ഇറക്കണത്. അങ്ങനെ ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ അല്ലാണ്ട് ഒരു ഇതില്ല. അവസാനം കുറേ ഇങ്ങനെ കഴിഞ്ഞ് ഇറക്കിയപ്പോൾ കുട്ടൻ പറയും കണ്ടറാ സുഭാഷിനെ കണ്ടു എന്ന് ഒരു ഇത് കേട്ടു.